ഹദീസിനെ സംബന്ധിച്ച് ചിന്തിക്കലും പഠിക്കലും അത് സംബന്ധമായ അതിൻ്റെ പ്രാധാന്യം ജനങ്ങളെ ബോധവൽക്കരിക്കലും ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അതുപോലെ അദ്ദേഹം നൽകിയിട്ടുള്ള അംഗീകാരങ്ങൾ, മറ്റ് ആളുകളുടെ പ്രവർത്തനങ്ങൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചത്. ഇങ്ങനെയാണ് വളരെ ലളിതമായി ഹദീസുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നിർവചനം. സാധാരണ നിലക്ക് ഖുർആൻ ഒന്നാം പ്രമാണവും ഹദീസ് രണ്ടാം പ്രമാണവും എന്ന ഒരു തെറ്റായ പ്രയോഗം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവ പരസ്പരം പൂരകമാണ്. വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങളെ വിശദീകരിക്കുന്നതും അതിലെന്തെങ്കിലും ചില സംക്ഷിപ്തമായ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി സമൂഹത്തെ പഠിപ്പിക്കുന്നതും ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനേക്കാൾ ദർജ താഴ്ന്ന നിലവാരത്തിലുള്ളതാണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനെ സത്യപ്പെടുത്തുകയും വിശുദ്ധ ഖുർആനെ വിശദീകരിക്കുകയും അതിൻ്റെ ആശയങ്ങളെ സ്ഥാപിക്കുകയും ചെയ്യുന്ന മറ്റൊരു ശക്തമായ പ്രമാണമാണ് ഹദീസ് എന്നാണ് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങളാണ്. അതും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന വഹിയാണ്. സൂറത്തു നജ്മിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അദ്ദേഹം ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല, അതെല്ലാം അദ്ദേഹത്തിന് വഹിയായി, ബോധനമായി പടച്ചവൻ്റെ അടുക്കൽ നിന്ന് ലഭിച്ചതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതും അംഗീകരിച്ചതും മതപരമായി അദ്ദേഹം പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ്റെ ഒരു വിശദീകരണമാണ് ഹദീസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ധാരാളക്കണക്കിന് തെളിവുള്ളതിലുണ്ട്. വ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. താങ്കൾക്ക് നാം ആ ഉത്ബോധന സന്ദേശം വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ധൃതി കാണിച്ചിരുന്ന പ്രവാചകനോട് സാവധാനത കാണിക്കാനും അതുപോലെ തന്നെ അത് താങ്കൾക്ക് ഓതിത്തരേണ്ടതും താങ്കളുടെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചു നിർത്തേണ്ടതും പിന്നെ അതിൻ്റെ വിശദീകരണം താങ്കൾക്ക് നൽകേണ്ടതും നമ്മുടെ ചുമതലയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. പിന്നെ നമ്മുടെ മേലാണ് അത് വിശദീകരിച്ചു തരേണ്ട ബാധ്യത. അപ്പം വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണമാണ് ഹദീസ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഹദീസുകളെ ചെറുതാക്കി കാണുകയും ഹദീസുകളുടെ പ്രാധാന്യം കുറച്ചു കാണുകയും ഞങ്ങളുടെ മുമ്പിൽ ഖുർആൻ ഉണ്ടല്ലോ, അതിലെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ മതി, ഹദീസുകളെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം വരും. അത് പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്നില്ല. അവിടെയുള്ള സമൂഹം പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ അംഗീകരിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരുമായിരുന്നു. എന്നാൽ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പോകുന്ന ഈ അപകടം പിടിച്ച അവസ്ഥയെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അലാ ഹൽ അസാ റജുലുൻ യബ്ലുഗുൽ ഹദീസ് അന്നി വഹുവ മുത്തക്കിഉൻ അലാ അരീകതിഹി ഫയഖൂലു ബൈനനാ വബൈനകും കിതാബുല്ലാഹ് വമാ വജദ്നാഹു ഫീ ഹലാലൻ ഇസ്തഹ്ലൽനാഹു വമാ വജദ്നാ ഫീഹി ഹറാമൻ ഹറംനാഹു വഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്. എൻ്റെ ഒരു വചനം ലഭിക്കുന്ന ഒരാൾ അവൻ്റെ ഇരിപ്പിടത്തിൽ ചാരിയിരുന്നു കൊണ്ട് അവൻ പറയും, നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ ഖുർആനുണ്ട്, ആ ഖുർആനിൽ എന്താണോ ഹലാലായി നമ്മൾ കണ്ടത് അത് നമ്മൾ ഹലാലാക്കും, ആ ഖുർആനിൽ എന്താണോ ഹറാമായി കണ്ടത് അത് നമ്മൾ ഹറാമാക്കും എന്ന് പറയുന്ന ആൾ ഇനി ഈ സമുദായത്തിൽ വന്നേക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ ഹറമ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ ദൂതൻ പ്രവാചകൻ എന്തൊരു കാര്യം ഹറാമാണെന്ന് പ്രഖ്യാപിച്ചുവോ അത് കമാ ഹറമല്ല, അത് അള്ളാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ ഹിജ്റ 9-ാമത്തെ വർഷം അവതരിപ്പിക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അതിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വ റസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ കയറി അവരുടെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും വരുന്നതിന് മുമ്പ് നിങ്ങളൊരു തീരുമാനമെടുത്ത് കളയരുത്. അഥവാ അവരുടെ തീരുമാനവും ഉപദേശങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കണം. അതിന് അപ്പുറമായി ഒരു തീരുമാനം നിങ്ങളുടെ സ്വന്തം വക നിങ്ങൾ കണ്ടെത്തരുത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ആ തഖ്ദീം അത് ആർക്ക് കൊടുക്കണം? ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങൾക്കും കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞത്. ഇത് ഹിജ്റ 9-ാമത്തെ വർഷത്തിൽ നിവേദക സംഘങ്ങൾ നാനാഭാഗങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്താണ്. തൊട്ടടുത്ത വർഷം ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങൾക്കും വാക്കുകൾക്കും സഹാബത്ത് എന്ത് പ്രാധാന്യം നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു ചരിത്ര സംഭവം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത വർഷം ഹിജ്റ 10-ാമത്തെ വർഷം മക്കായിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രസിദ്ധമായ ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ഹജ്ജിന് അദ്ദേഹം വന്നു. ധാരാളക്കണക്കിന് സഹാബാക്കളുടെ അറഫയിൽ ഒരുമിച്ച് കൂടി. ഇമാം നബവിയുടെ അഭിപ്രായ പ്രകാരം 1,20,000 സഹാബാക്കൾ ആ സദസ്സിലുണ്ട്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു ബലദിൻ ഹാദ വ അയ്യു യൗമിൻ ഹാദ വ അയ്യു ഷഹ്രിൻ ഹാദ, ഇതേതാണ് നാട്, ഇതേതാണ് ദിവസം, ഇതേതാണ് മാസം? ഈ സന്ദർഭത്തിൽ സഹാബാക്കൾ പറയാണ്, സക്കത്തിന, ഞങ്ങൾ നിശബ്ദരായി. കാരണം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു മാസം അല്ലാത്ത ഒരു മാസം അതിന് നബി പേര് കൊടുക്കും. ഞങ്ങൾക്കറിയാത്ത ഒരു ദിവസം അദ്ദേഹത്തും ആ ദിവസത്തിന് പേരിടും. ഞങ്ങൾക്കറിയാത്ത ഒരു നാടിൻ്റെ പേരിൽ അദ്ദേഹം അതിന് പേരിട്ട് വിളിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇത് മക്ക രാജ്യമല്ലേ, അതേ പ്രകാരം തന്നെ ഇത് ദുൽഹജ്ജ് മാസം, ഇവിടെ ദുൽഹജ്ജ് അറഫ ദിവസമല്ലേ, അതേ പ്രകാരം തന്നെ ഇത് ദുൽഹജ്ജ് മാസമല്ലേ? സഹോദരന്മാരെ, അവിടെ കൂടിയ ഈ 1,20,000 വരുന്ന സഹാബാക്കളിൽ മുതിർന്നവരെ ഒഴിവാക്കി കുട്ടികളെ മാത്രം നമ്മൾ പരിഗണിക്കുക. എന്നാൽ കുട്ടികൾക്കറിയില്ലേ അത് മക്ക രാജ്യമാണ്, അതേ പ്രകാരം തന്നെ അത് ദുൽഹജ്ജ് 9 അതേ പ്രകാരം തന്നെ അത് ദുൽഹജ്ജ് മാസമാണ് എന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അവർ ഉത്തരം പറഞ്ഞില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് അവർ താമസിച്ചു, കാത്തിരുന്നു. അങ്ങനെ ഈ സ്വഭാവത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായങ്ങൾക്കും ഹദീസുകൾക്കും അള്ളാഹുവിൻ്റെ വഹയിനും അവർ മുൻഗണന കൊടുത്തു. വഹയി വന്നാൽ അതാണ് പ്രമാണം, പിന്നെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. ഒരു ഉദാഹരണവും കൂടി പറയാം. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഉദാഹരണമാണത്. അതായത് വിശ്വാസികളായ ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് നാട്ടിലുള്ളവനാണെങ്കിൽ 24 മണിക്കൂറും യാത്ര പോകുന്നവനാണെങ്കിൽ 72 മണിക്കൂറും ഖുഫ ധരിച്ചാൽ പിന്നെ അത് അഴിച്ച് ഉളുവെടുക്കുന്ന സമയത്ത് കഴുകണമെന്നില്ല, അതിൻ്റെ മേലെ തടവിയാൽ മതി. അപ്പോൾ ഒരവസരത്തിൽ ഇങ്ങനെ ഖുഫയിൽ തടവിക്കൊണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകം അല്ലെങ്കിൽ ഒരു അഭിപ്രായം നമുക്ക് ഈ വിഷയവുമായി വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, അൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഖാല ലൗ കാന ദീനു ബിർറഈ ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അലാഹു വഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി. മതം ഓരോരുത്തരുടെയും തോന്നലനുസരിച്ചാണെങ്കിൽ, അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഖുഫയുടെ അടിഭാഗം തടവണമെന്നതാണ് പ്രസക്തമായി തീരുക. കാരണം ഖുഫയുടെ അടിഭാഗത്താണുള്ള ചളിയും പൊടിയൊക്കെ ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ അടിഭാഗത്ത് തടവുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുഫയുടെ മുകൾ ഭാഗത്ത് തടവുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതാണ് മതം. അപ്പോൾ നമ്മളും ഖുഫ ധരിച്ച ആളുകളാണെങ്കിൽ നമ്മൾ ഖുഫയുടെ മുകൾ ഭാഗത്താണ് തടവേണ്ടത്. അത് ബുദ്ധിക്കനുസരിച്ചല്ല മതം എന്നതിന് തെളിവാണ്.
അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും, വിശ്വാസികളെ ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണം. ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, കരുത്ത് നൽകുന്ന ഒരു സന്ദേശത്തിലേക്ക് ക്ഷണിച്ചാൽ. അപ്പം അത് അള്ളാഹുവിൻ്റെ വചനവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കും അതിൻ്റെ രണ്ടാം പ്രമാണമായ അഥവാ വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണമായ ഹദീസുകൾക്കും നാം കൊടുക്കേണ്ട പ്രാധാന്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹദീസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുദൂ അഹ്ലൽ ബിദ്ഇ വൽ അഹ്വാഇ ബിസ്സുനൻ, നിങ്ങൾ ബിദ്അത്തുകാരെയും അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടമനുസരിച്ച് മതത്തെ വ്യാഖ്യാനിച്ച് പ്രവർത്തിക്കുന്നവരെയും നിങ്ങൾ നേരിടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകൾ കൊണ്ടാണ്. ഫഇന്നൽ ഖുർആന ദൂ വുജൂഹ്, ആ ഖുർആൻ കൊണ്ട് അവർ പല കസർത്തും നടത്തും. ആ ഖുർആൻ്റെ വചനങ്ങൾ ഓതി അവർ പല വിധത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും നടത്തും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഖുർആൻ്റെ വ്യക്തമായ ആശയം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ അവരെ ഹദീസുകൾ കൊണ്ട് നേരിടണം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തന്നു. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും ഹദീസുകളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഖാളിയുടെ ബുദ്ധിയാണ്, ഒരു സുൽത്താൻ്റെ ബുദ്ധിയല്ല. എന്താണ് ഖാളി ചെയ്യുക? അദ്ദേഹത്തിന് മുമ്പിൽ ഒരു കേസ് വന്നാൽ അത് വ്യക്തമായി അദ്ദേഹം ദിവസങ്ങളെടുത്ത് തെളിവുകൾ പരിശോധിച്ച് അതിൻ്റെ സാക്ഷികളെ വിസ്തരിച്ച് കുറ്റവാളികളായ ആളുകളെയും ആരോപിക്കുന്നവൻ്റെയും ആരോപണ വിധേയനായവൻ്റെയും വാക്കുകൾ കേട്ട് ദിവസങ്ങളെടുത്ത് കാലങ്ങളെടുത്താണ് ആ വിഷയത്തിൽ ഒരു വിധി പറയുന്നത്. അതേ പ്രകാരം തന്നെയാണ് നമ്മുടെ മുമ്പിൽ വന്ന ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയും അതിൻ്റെ ശരിയായ വശം പണ്ഡിത ലോകം എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അത് നമ്മൾ വളരെയധികം പ്രധാനമായി നമുക്ക് ചിന്തിക്കേണ്ടതാണ്. സരീഹായ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞ ഒന്നും മനുഷ്യബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. മനുഷ്യബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചില വചനങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞ് പല ആളുകളും തള്ളിക്കളയാറുണ്ട്. പ്രത്യേകിച്ച് മതനിഷേധികളായ ആളുകൾ അത്തരം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണ്ടി വിശ്വാസികളെ വസുവാസാക്കാൻ അവർ പല കുതർക്കങ്ങളുമായിട്ടും വരാറുണ്ട്. ഉദാഹരണത്തിന്, വെള്ളത്തിൽ അല്ലെങ്കിൽ കുടിക്കുന്ന പാനീയത്തിലോ ഭക്ഷണത്തിലോ ഈച്ച വീണാൽ അതിനെ മുക്കിയെടുത്ത് ഒഴിവാക്കണം. കാരണം അതിൻ്റെ ഒരു ചിറകിൽ രോഗമാണെങ്കിൽ മറ്റേ ചിറകിൽ അതിന് മരുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. എല്ലാ സഹീഹായ ഗ്രന്ഥങ്ങളിലും ഇതുണ്ട്. സഹോദരന്മാരെ, അത് ആളുകൾ പറഞ്ഞു ഇതെന്തൊരു അവസ്ഥയാണ്, ഇങ്ങനെയൊക്കെ അത് ചീത്തയായി പോവില്ലേ പാനീയം, ഭക്ഷണം കേടുവന്നു പോവില്ലേ, രോഗം കൂടുതലാവുകയല്ലേ ചെയ്യുക? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ശാസ്ത്രീയമായ വലിയ പുരോഗതി എത്താത്ത കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ ഔഷധവും ഉണ്ടെന്ന് പറഞ്ഞത്. പിൽക്കാലത്ത് നടന്ന ഗവേഷണത്തിൽ ആ കാര്യം ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഹദീസുകൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുസ്ലിം ലോകത്തെ ഇജ്മാഉള്ള കാര്യമാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പരിഗണനാർഹമായ ബുഖാരിയും മുസ്ലിമും അതിൽ പ്രതിപാദിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ മുസ്ലിം ലോകം ഏകകണ്ഠമായി ഇജ്മാആയി അംഗീകരിക്കുന്നു. അതെല്ലാം സഹീഹാണ് എന്ന് അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പൂർവികന്മാരായ ആളുകൾ ഹദീസുകളെ വിശകലനം ചെയ്തപ്പോഴും പഠിച്ചപ്പോഴും അവർ കാണിച്ചിരുന്ന നീതിബോധവും അവധാനതയും സൂക്ഷ്മതയും ഈ അടുത്ത കാലത്തായി ഹദീസിനെ വിമർശിക്കുന്ന ആളുകളുടെ അടുക്കൽ കാണാനില്ല. അവർ ആഴത്തിലുള്ള അറിവ് അവർക്കില്ല, ചിന്തിക്കാനുള്ള കഴിവും കുറവാണ്. വളരെ അല്പജ്ഞാനികളായ ഇവർ ഹദീസുകൾ എടുത്തു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില ആശയങ്ങളും പ്രമാണങ്ങളും എടുത്തു വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയും എന്നിട്ട് അതിനെ നിഷേധിക്കുവാൻ വേണ്ടിയുള്ള പ്രവണതയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത് നാം മനസ്സിലാക്കേണ്ടത് ആ പൂർവികന്മാരായ ആളുകൾ അവർ ദീർഘകാലങ്ങളായി വർഷങ്ങളും മാസങ്ങളും എടുത്ത് തപസ്സിരുന്ന് പണ്ഡിത ലോകവുമായി കൂടിയാലോചന നടത്തി ആ കാര്യങ്ങൾ പഠിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആ സന്ദേശമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും.
അതുകൊണ്ട് തന്നെ നാം പിന്നെ ഹദീസുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് നമ്മൾ ഗ്രാഹ്യത വരുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സഹോദരന്മാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പിൽക്കാലത്ത് പണ്ഡിത സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങൾ, അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവ് ജനങ്ങളെ പഠിപ്പിക്കുകയും അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് ആലോചിച്ചാലറിയാം, ലക്ഷക്കണക്കിനുള്ള സഹാബാക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടപ്പെട്ട മദീനയിൽ അദ്ദേഹത്തിൻ്റെ സഹാബാക്കളിൽ ഏകദേശം ഒരു 10,000-കണക്കിന് സഹാബാക്കളെ അവിടെ മറമാടപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കി ലക്ഷക്കണക്കിനുള്ള സഹാബാക്കളും ലോകത്തിൻ്റെ പുറത്തേക്ക് പല ഭാഗങ്ങളിലും പോയി അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച സന്ദേശം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചവരാണ്. ആ നിലക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് അവർ ദീൻ പഠിപ്പിച്ചതുകൊണ്ടാണ് പ്രവാചകനിൽ നിന്ന് കേട്ട വചനങ്ങളും അദ്ദേഹം അവർക്ക് നൽകിയ അധ്യാപനങ്ങളും സമൂഹത്തെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഇത്ര വ്യാപകമായ നിലക്ക് ഇസ്ലാം മതം പ്രചരിക്കുകയും അതിൻ്റെ ആശയങ്ങൾ വിപുലമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രമാദമായ ചില അഭിപ്രായ ഭിന്നതകൾ വരുമ്പോൾ നാം അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുകയും അതിൽ വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്, പ്രവാചക ചര്യയിൽ എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കുകയും ചെയ്യൽ വളരെ നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ അള്ളാഹുവും റസൂലിൻ്റെയും ഒരു തീരുമാനവും അഭിപ്രായവും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ നമ്മുടെ വകയായി അതിൽ നമുക്കൊരു സ്വാതന്ത്ര്യമില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൻ്റെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ കാന ലി മുഅ്മിനിൻ വലാ ലി മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു വിശ്വാസിയായ പുരുഷനോ ഒരു വിശ്വാസിനിയായ സ്ത്രീക്കോ പാടില്ല, അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടം, അവരുടെ തീരുമാനം എന്ന് പറഞ്ഞ് അവരുടെ തീരുമാനത്തിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ്, റസൂലിൻ്റെ തീരുമാനം എന്താണ്, അത് സ്വീകരിക്കണം. ഒമൻ യഅസില്ലാഹ റസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ച് എതിര് പ്രവർത്തിച്ചാൽ അവൻ വളരെ വ്യക്തമായ വഴികേടിലാണ്. ഇത് സൂറത്തുൽ അഹ്സാബിൻ്റെ 36-ാമത്തെ വചനം. ഇസ്രാ മിറാജിൻ്റെ സംഭവം നിങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അവിടെ ബൈത്തുൽ മഖദ്ദിസ് വരെ സഞ്ചരിക്കുകയും അവിടെ നിന്ന് അങ്ങ് ആകാശലോകത്തേക്ക് പോയി തിരിച്ചു വരികയും ഒക്കെ ചെയ്ത സംഭവം, അതിൻ്റെ വിശദാംശങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതാണ് എന്ന ഒരൊറ്റ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ പോയില്ല. നേരെ മറിച്ച് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഇത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് സിദ്ദീഖ്, സത്യസന്ധൻ, ഹക്ക് അംഗീകരിക്കുന്ന ആൾ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയൊരു സന്ദർഭം എനിക്ക് അവസരം തന്ന കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് പ്രവർത്തകരോട് ഞാൻ പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഹദീസുകളെക്കുറിച്ച് പഠിക്കാനും അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഖുർആൻ മാത്രം പോരാ, നമുക്ക് ഹദീസുകളും കൂടി വേണം. ഖുർആൻ്റെ വിശദീകരണമാണ് ഹദീസ് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ വെബിനാർ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. അതിനവരെ അഭിനന്ദിക്കുന്നു. നമുക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കുവാനും ഹദീസുകളെയും ഖുർആൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ മതചിന്തകളെ രൂപപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.